നമസ്കാരം. മരണാനന്തര ജീവിതം എന്ന ആശയത്തിലേക്ക് ദേവിയെയും ആര്യയെയും നയിച്ചത് ദേവിയുടെ ഭർത്താവ് നവീൻ തന്നെയാണെന്ന് പോലീസ് നിഗമനം. ആര്യയ്ക്ക് സ്ഥിരമായി അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ അയച്ചിരുന്ന ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ID നവീൻ്റേത് തന്നെയാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. നവീന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുന്നതോടെ കേസിന്റെ ചുരുളഴിയും എന്നാണ് പോലീസ് കരുതുന്നത്. ധ്യാനത്തിനായി നവീൻ മുൻപും അരുണാചലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. നവീൻ പറയുന്നത് ദേവി പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അരുണാചലിലേക്ക് പോകാൻ എയർപോർട്ടിലെത്തിയപ്പോൾ കാർ അവിടെ ഉപേക്ഷിച്ചു. ഇതിലായിരുന്നു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അരുണാചൽ പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. വിദഗ്ധനായ ഒരാളുണ്ടാക്കിയ മുറിവാണ് ഇരുവരുടെയും ശരീരത്തിൽ എന്നാണ് കണ്ടെത്തൽ. ആര്യയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ബഹിരാകാശത്തെക്കുറിച്ചും ഉൽക്കകളെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ വെട്ടിസൂക്ഷിച്ചിരുന്നു എന്ന് കണ്ടെത്തി. ഈ താല്പര്യവും നവീന്റെ ആശയങ്ങളോട് ചേർന്നു പോകുന്നതിന് കാരണമായി. നവീൻ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസം നൽകുന്നതിനാണോ ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ വിലാസത്തിലൂടെ ആര്യയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നത് എന്ന സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. ഡോൺ ബോസ്കോ നവീൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഇന്ന് കഴിയും. മറ്റാരെങ്കിലും ആണെങ്കിൽ പോലീസിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ആര്യയുടെ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും യാത്രയ്ക്ക് മുൻപ് ഇവ നവീൻ പണയം വെച്ചതായി കണ്ടെത്തി. നവീന്റെ കാറിൽ നിന്ന് ക്രിസ്റ്റലും ചില പ്രത്യേകതരം കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. നവീന്റെ കോട്ടയത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിലിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണെന്നാണ് കരുതപ്പെടുന്നത്. ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 27-ന് തിരുവനന്തപുരത്ത് നിന്നാണ് അധ്യാപികയായ ആര്യയെ കാണാതായത്. പിന്നീട് ഏപ്രിൽ 2-ന് അരുണാചൽ പ്രദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ ആര്യയെയും സുഹൃത്തുക്കളും ദമ്പതികളുമായ നവീനെയും ദേവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറെ ദുരൂഹതകളാണ് ഇപ്പോഴും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നത്. അന്ധവിശ്വാസം പിന്തുടർന്ന് ഒടുവിൽ മരണം വരിക്കേണ്ട നിലയിലെത്തിയതാകാം മൂവരും എന്ന സംശയം തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ട്. ഇതിന് തക്ക പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. വിദ്യാസമ്പന്നരും അധ്യാപകരുമായ മൂവർ സംഘം ഇത്തരം വിഷയങ്ങളിൽ അല്പം പോലും സംശയം പ്രകടിപ്പിച്ചില്ല എന്നതും ഞെട്ടിക്കുന്നതാണ്. മിതി എന്ന പേരിൽ ഇവരുമായി ആശയവിനിമയം നടത്തിയ വ്യക്തിയെയും പോലീസ് ഇടയ്ക്ക് തിരയുന്നുണ്ടായിരുന്നു. ദേവിയെയും ആര്യയെയും വിശ്വസിപ്പിക്കാൻ നവീൻ തന്നെ തുടങ്ങിയ വ്യാജ ID ആണോ ഇതെന്നും പോലീസിന് സംശയമുണ്ട്. അരുണാചലിൽ പോയി മരിച്ചാൽ അന്യഗ്രഹത്തിലേക്ക് പോകാമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നതെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. മരിച്ച നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും തമ്മിൽ ഇമെയിൽ വഴി നടത്തിയ ആശയവിനിമയവും രഹസ്യ ഭാഷയിലൂടെയാണെന്നും പോലീസ് കണ്ടെത്തി. 2021 മുതലുള്ള ഇവരുടെ ഇമെയിൽ പരിശോധിച്ചപ്പോൾ ഇതാണ് മനസ്സിലാകുന്നത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചായിരുന്നു ചർച്ച മുഴുവൻ. മരണത്തിന് അരുണാചൽ പ്രദേശിലെ സിറോവാലി എന്ന സ്ഥലം തിരഞ്ഞെടുത്തതും വിചിത്ര വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും സംശയമുണ്ടെന്നും കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള DCP P നിതിൻ രാജ് പറഞ്ഞിരുന്നു. നവീനും ദേവിയും നേരത്തെയും അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ട്. ഇത്തവണ ഗുവാഹത്തിയിൽ വരെ വിമാനത്തിൽ പോയത് കണ്ടെത്തി. സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ ഈ ആഭിചാര പ്രക്രിയയിൽ മുഖ്യ കാർമ്മികൻ മരിക്കാറില്ല. സാധാരണ സാത്താൻ സേവ കേസുകളിൽ കൊലപാതകം നടത്താൻ ഒരാളുണ്ടാകും, ബാക്കിയെല്ലാം ഇരകളാകും. എന്നാൽ ഇവിടെ നവീനും ആര്യയും ദേവിയും ഉൾപ്പെടെ 3 പേരും മരണപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യ കാർമ്മികൻ ആരായിരുന്നുവെന്ന ചോദ്യവും ഉയർന്നു. അതേസമയം CCTV ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കിയിട്ടും മരണം നടന്ന അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മറ്റൊരാൾ വന്നതിന്റെ തെളിവുകളും ലഭിച്ചില്ല. എന്നാൽ ഓൺലൈനിലൂടെ ആരെങ്കിലും സാത്താൻ സേവയുടെ മുഖ്യ കാർമ്മികനാവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലും ഒരു ഘട്ടത്തിൽ പോലീസ് എത്തിച്ചേർന്നിരുന്നു.